കളങ്കാവൽ എന്ന സിനിമ OTT-യിൽ വന്ന ശേഷം ഒന്നിൽ കൂടുതൽ തവണ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അല്ലെങ്കിൽ സിനിമയിൽ കണ്ടെത്താൻ സാധിച്ച ചില മിസ്റ്റേക്കുകളും എഴുത്തിലുണ്ടായിട്ടുള്ള ചില പാളിച്ചകളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വിനായകന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ സൈക്കോ കില്ലറായിട്ടുള്ള പ്രതിയെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥൻ വളരെ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തൽ നടത്തുന്നത്. അത് പ്രതിയായ വ്യക്തി കൊല നടത്തിയതിനു ശേഷം ഇരകളുടെ സിം മറ്റ് ഫോണിൽ ഇട്ട് യൂസ് ചെയ്താണ് അടുത്ത ഇരകളായിട്ടുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫോണുകളെല്ലാം തന്നെ പനച്ചമൂട് എന്ന് പറയുന്ന സ്ഥലത്തെ AX മൊബൈൽ എന്ന ഷോപ്പിലോട്ട് ഷിപ്പ് ചെയ്യപ്പെട്ട ഫോണുകളാണ് എന്നും കണ്ടെത്തുന്നു. ആ ഷോപ്പിലെത്തി അന്വേഷിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് അവർ അഡ്രസ് പ്രൂഫ് ഇല്ലാതെ സിമ്മുകൾ നൽകിയിരുന്നെന്നും അതിന്റെ ഭാഗമായി ഉണ്ടായ പോലീസ് അന്വേഷണത്തിൽ സിമ്മുകളുടെ കൂട്ടത്തിൽ കുറച്ച് മൊബൈൽ ഫോണുകളും പോലീസുകാർ കൊണ്ടുപോയെന്നും അന്വേഷണത്തിന് ശേഷം കുറച്ച് ഫോണുകൾ മാത്രമേ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ, ബാക്കി പോലീസുകാർ മുക്കി എന്നും പറയുന്നുണ്ട്. അത് തമിഴ്നാട്ടിലുള്ള രാജക്കമംഗലം എന്ന് പറയുന്ന പോലീസാണെന്നും മനസ്സിലാക്കുന്നു. ആ ഫോണുകളാണ് പ്രതിയായിട്ടുള്ള വ്യക്തി ഉപയോഗിക്കുന്നത്. സോ വിനായകൻ രാജക്കമംഗലം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഈ ലിസ്റ്റിലുള്ള പോലീസുകാരുടെ പേഴ്സണൽ നമ്പർ വെച്ചിട്ട് ഒരു പൊസിഷൻ റൂട്ട് മാപ്പ് ഉണ്ടാക്കാനും അത് ക്രൈം നടന്ന സമയവുമായി മാച്ച് ചെയ്ത് നോക്കാനും വിനായകന്റെ കഥാപാത്രം കൂടെയുള്ള പോലീസിനോട് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ അപ്പം തന്നെ പ്രതിയെ സിമ്പിളായിട്ട് കണ്ടെത്താമായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ഈ ലിസ്റ്റിലുള്ള മണികുമാർ എന്ന് പറയുന്ന പോലീസുകാരനിലോട്ട് അന്വേഷണം വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് സ്റ്റാൻലി ദാസ് ആ മൊബൈൽ ഫോൺസിലെ ഒരു ഫോൺ മാത്രം ഓൺ ചെയ്ത് മണിയുടെ മുറിയിൽ വെക്കുന്നു. അന്വേഷണം ആ വഴിക്ക് പോകുന്നു. പക്ഷേ ഈ മണിയെ കിട്ടാതെ അന്വേഷണം വഴിമുട്ടി നിന്ന സമയത്തെങ്കിലും ആ പൊസിഷൻ റൂട്ട് മാപ്പ് ഉണ്ടാക്കിയിട്ട് മാച്ച് ചെയ്തിരുന്നു എങ്കിൽ നേരത്തെ തന്നെ പ്രതിയെ പിടിക്കാമായിരുന്നു എന്ന് തോന്നി. ആദ്യം ഇരകളെ സ്വന്തം കൈകൊണ്ട് കൊല്ലുന്ന സ്റ്റാൻലി ദാസ് പിന്നീട് സയനൈഡ് കലർത്തിയ മരുന്ന് കൊടുത്ത് ഇരകളെ പബ്ലിക് ടോയ്ലറ്റുകളിൽ മരിക്കാൻ വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വാർത്തയിലൂടെയോ പത്രത്തിലൂടെയോ ഒക്കെ മരണവാർത്ത കണ്ട് നിർവൃതി അടയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രജിഷ വിജയന്റെ കഥാപാത്രം മരിച്ചില്ലെന്ന് മനസ്സിലാക്കിയ സ്റ്റാൻലി ദാസ് എന്തുകൊണ്ട് അവളെ വെറുതെ വിട്ടു? ഭാവിയിൽ അതൊരു ത്രെട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കാണാൻ മാത്രം ബുദ്ധിയില്ലാത്ത ഒരാളല്ലല്ലോ സ്റ്റാൻലി ദാസ് എന്ന് പറയുന്ന സൈക്കോ കില്ലർ. മാത്രമല്ല ടോയ്ലറ്റിൽ കയറുന്നതിന് മുൻപ് ഞാൻ നിന്നെ വിട്ടുപോയാൽ നീ എന്ത് ചെയ്യും എന്ന് സ്റ്റാൻലി ദാസ് ചോദിക്കുമ്പോൾ വിട്ടുപോകില്ലെന്നും എനിക്കറിയാം നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് വിനായകനോട് രജിഷയുടെ കഥാപാത്രം സംസാരിക്കുന്നത് താൻ ശുചിമുറിയിൽ നിന്നും പുറത്തു വന്നപ്പോൾ കടന്നു കളഞ്ഞ സ്റ്റാൻലി ദാസ് തന്നെ വഞ്ചിച്ചു എന്നാണ് കരുതിയത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുള്ളി എവിടെ പോയി എന്ന് അന്വേഷിക്കുകയോ തന്നെ വഞ്ചിച്ചതാണോ എന്ന് ഉറപ്പുവരുത്തുകയോ ചെയ്തില്ല എന്നുള്ളതും കഥയിലെ ഒരു പാളിച്ചയായിട്ട് തോന്നി. സ്റ്റാൻലി ദാസ് അന്വേഷണം വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി ഒരു ഫോൺ മാത്രം ഓൺ ചെയ്ത് മണികുമാർ എന്ന പോലീസുകാരന്റെ റൂമിൽ വെച്ച ശേഷം വിനായകന്റെ ജയകൃഷ്ണൻ എന്ന് പറയുന്ന പോലീസ് കഥാപാത്രവുമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ദാസ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അവൻ ഒരു ഫോൺ മാത്രം ഓൺ ചെയ്ത് വെച്ചത് എന്നുള്ളത്. ആ സമയത്ത് വിനായകനിലൂടെ പ്രേക്ഷകർക്ക് കൂടി കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഡയലോഗാണ് സിനിമയിൽ ചേർത്തിട്ടുള്ളത്. അതിങ്ങനെയാണ്: ഫോണുകൾ മൊത്തം മാറ്റുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഫോൺ മാത്രം മണികുമാറിന്റെ കയ്യിൽ നഷ്ടപ്പെടുകയും അത് വീട്ടിലുള്ള കുട്ടിയുടെ കയ്യിൽ കിട്ടുകയും കുട്ടി അതെടുത്ത് കളിച്ചപ്പോൾ അറിയാതെ ഓണായതാവാം എന്നുമാണ് ജയകൃഷ്ണൻ മറുപടിയായിട്ട് പറയുന്നത്. പക്ഷെ ആ മറുപടി ഒട്ടും തന്നെ കൺവിൻസിങ് ആയിരുന്നില്ല. കാരണം ഫോൺ ഓണായത് രാത്രി 10 മണി സമയത്താണ് എന്നുള്ളത് സൈബർ സെൽ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം 10 മണിക്ക് ആ കുട്ടി എന്തായാലും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വീട്ടിൽ ചെന്ന് മണികുമാറിന്റെ ഭാര്യയോട് സംസാരിച്ചാൽ അന്വേഷിച്ചാൽ മനസ്സിലാവുമായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ പോലീസുകാർ ചെയ്യുന്നില്ല. സ്റ്റാൻലി ദാസ് കൊന്നുകളഞ്ഞ മണികുമാറാണ് പ്രതി എന്നും അവൻ രക്ഷപ്പെട്ടു എന്നും ഇത്ര ബുദ്ധിമാനായിട്ടുള്ള ജയകൃഷ്ണൻ എന്ന പോലീസുകാരൻ പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. മണികുമാറിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള എഫേർട്ടും ഇടുന്നതായിട്ടും സിനിമയിൽ കാണിക്കുന്നില്ല. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ, ആ ചുറ്റുപാടിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് അന്വേഷണം നടത്തിയിരുന്നു എങ്കിൽ മണികുമാറിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്താമായിരുന്നു. വിനായകന്റെ ജയകൃഷ്ണൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്റലിജൻസ് വളരെ മികച്ചതാണ് എന്നാണ് SP തോമസ് പറയുന്നത്. പക്ഷെ രജിഷ വിജയന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് സഹോദരനായിട്ടുള്ള വിജു എന്ന കഥാപാത്രം പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും പിന്നീട് തോമസ് സാറിനോട് താൻ ഡീറ്റെയിൽ അന്വേഷിച്ചെന്നും പുള്ളിയെ സംശയിക്കാൻ മാത്രം ഒന്നുമില്ലെന്നും അവരുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടികളും മിസ്സായിട്ടില്ല എന്നുമാണ് ജയകൃഷ്ണൻ പറയുന്നത്. എന്നാൽ പിന്നീട്
മാർച്ച് 14-നാണ് ഫോൺ നഷ്ടപ്പെട്ടത് എന്നും അതിനു മുൻപാണ് ശാന്തിദാസിന്റെ കോളുകൾ ഫോണിലോട്ട് വന്നിട്ടുള്ളത് എന്നും കണ്ടെത്തുന്ന വിനായകന്റെ കഥാപാത്രം പിന്നീട് എന്തുകൊണ്ടാണ് മുന്നത്തെ സമയത്ത് താൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു എന്ന് പറഞ്ഞത്. സോ അപ്പൊ അന്ന് അന്വേഷിച്ചിട്ടില്ല എന്നാണോ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്കും സിനിമ കണ്ടപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ തോന്നിയിട്ടുണ്ടോ എന്നും സിനിമയുടെ മറ്റു മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവ ഏതൊക്കെയാണ് എന്നുള്ളതും കമന്റ് ആയിട്ട് അറിയിക്കുക.